ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലെ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഒരു ഇംബെക്സിന്റെ ഹോം തിയേറ്റർ ഓൺ ആവാത്ത പ്രശ്നം എന്താന്ന് നോക്കിയിട്ട് അത് അതിന്റെ പവറൊക്കെ ശരിയാക്കിയിട്ട് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോ അടുത്ത ആഴ്ച സൗണ്ട് ബാർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ ഈ എംബെക്സിന്റെ ഹോം തിയേറ്റർ എന്ന് വിചാരിക്കണ്ട. ഞാന് അതിന്റെ ആ ക്ലാസ് ബി ആംപ്ലിഫയർ ആമസോണിലൊക്കെ ബുക്ക് ചെയ്ത് ഇപ്പോ 15 ദിവസം ഒക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ വീഡിയോ ഇട്ട്, ആ ചെറിയ വീഡിയോ. ഇതുവരെ അത് എത്തിയില്ല, ഇനിയും 10 ദിവസത്തിൽ മേലെ വേണമെന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുങ്ങി പോയതാണ്. എല്ലാവരും ക്ഷമിക്കുക. അത് വന്നാൽ ഉടനെ നമ്മൾ ബാക്കിയുള്ള പരിപാടിയും തീർന്നാണ്. അത് വന്നാൽ ഉടനെ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഇതിനു മുമ്പ് വേറെയും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ കംപ്ലൈന്റും വ്യത്യസ്തമാണ്. അന്നത്തെ അതേ കംപ്ലൈന്റ് ഒന്നല്ല ഇപ്പോഴും വരാം. പക്ഷെ ഇതിലെല്ലാം SMBS ആണ്. SMBS ഉപയോഗിച്ചാണ് അധികം ഹോം തിയേറ്റർ ഇപ്പോൾ വരുന്നത്. അപ്പൊ അത് അധികം വട്ടം തന്നെ എന്തെങ്കിലും നിസാര കാരണം കൊണ്ട് അത് കടിച്ചു. ഇതിലും ഇപ്പൊ പവർ കംപ്ലൈന്റ് തന്നെയാണ്. ഇത് ഒരു വെയിറ്റ്ലെസ് ഹോം തിയേറ്റർ, തീരെ വെയിറ്റ് ഇല്ല. ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതൊരു ഫിംഗറിലൊക്കെ അങ്ങനെ പിടിക്കാം. വളരെ വെയിറ്റ് കുറവുള്ള ഒരു സാധനം. അപ്പൊ എന്താ വെച്ചാല് ഇത് ട്രാൻസ്ഫോമർ ഇല്ല, ഇതിന്റെ സ്പീക്കറൊക്കെ അത്രേ വലുപ്പമുണ്ടാവുള്ളൂ. അപ്പൊ വെയിറ്റും കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇത് അഴിച്ച് പീസാക്കി ഇതിനകത്ത് ആ പ്രശ്നം ഒന്ന് മാറ്റാം. ഇതാണ് നമ്മളുടെ ഹോം തിയേറ്ററിന്റെ ബോർഡ്. അപ്പൊ വീഡിയോ വലിച്ചു നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലെ പാർട്സ് ഫുള്ള് ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ ഈ AC ഇൻപുട്ടുള്ള ഭാഗത്ത്. അപ്പൊ ഇവിടെ ഷോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്പെയറുകളൊക്കെ ഇവിടെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വരെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. ഈ ഇൻപുട്ട് ഇവിടെ എത്തുന്ന ഈ FET വരെ. അങ്ങനെ ചെക്ക് ചെയ്തപ്പോ ഇതിൽ ഷോർട്ട് കാണിച്ചത് ഇവിടെ ഒരു റെക്ടിഫയർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടായിരുന്നു. ഇത് ഷോർട്ട് ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു മൊഡ്യൂൾ കാണുന്നുണ്ട്, ഒരു ചെറിയ മൊഡ്യൂൾ. അത് ഇതിന്റെ സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊഡ്യൂളാണ്. അപ്പൊ ഈ മൊഡ്യൂൾ വെച്ചാണ് ഈ FET വഴി ഈ ട്രാൻസ്ഫോമർ സ്വിച്ച് ചെയ്യുന്നത്. തൽക്കാലം ഈ ഊരി വെച്ച സാധനങ്ങളൊക്കെ, ഡിസ്കണക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് ഊരി എടുത്തതിന് ശേഷം ആ മൊഡ്യൂൾ കാണിച്ചു തരാം. ഇതാണ് ആ മൊഡ്യൂൾ, ഇതാണ് ആ ഷോർട്ടായ മൊഡ്യൂൾ. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ അത് ഷോർട്ടാണ്. അപ്പൊ ഈ മൊഡ്യൂളിന് പകരം ഈ ഒരു ഏരിയക്ക് മൊത്തത്തിൽ പകരം നമ്മളൊരു ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നു. ഇത് 12012 2 ആംപിയർ ഉള്ള ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ ഒക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആ വയർ നേരെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി, പരിപാടി കഴിഞ്ഞ്. പക്ഷേ നമ്മൾ എവിടെ കണക്ട് ചെയ്യും? ഈ വയർ നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇതിന് മുമ്പത്തെ വീഡിയോയിലും നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ട്രാൻസ്ഫോമറിന്റെ AC കണക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിലും ഇതേപോലെ തന്നെ AC ആണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷെ എപ്പോഴും എവിടെ കണക്ട് ചെയ്യുന്നു? അന്ന് കണക്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണോ ഇന്ന് കണക്ട് ചെയ്യേണ്ടത്? അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇതിന്റെ പഴയ ട്രാൻസ്ഫോമർ SM ട്രാൻസ്ഫോമർ ഊരിയെടുത്ത് കൊടുത്ത് ഇവിടെ നമുക്ക് 2 ഡയോഡ് കാണാം. കണ്ടുപിടിക്കാനുള്ള ഒരു സിമ്പിൾ വഴിയാണ് പറയുന്നത്. ഈ 2 ഡയോഡ് കാണാം. ഈ 2 ഡയോഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് റിവേഴ്സും ഒന്ന് ഫോർവേഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്ത് മനസ്സിലാക്കാം? ഇതിന്റെ ഈ ഔട്ട്പുട്ടിൽ നിന്ന്, അതായത് ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ ഇത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്, ഇത് പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അതായത് IC വർക്ക് ചെയ്യാനുള്ള -12 ഇതും +12 ഇതുമാണ്. അപ്പൊ നമ്മളുടെ ട്രാൻസ്ഫോമറിന്റെ 2 എൻഡിലെ വയറുണ്ട്. ആ 2 എൻഡിലെ വയറും ഈ 2 ഇൻപുട്ടിൽ ചെല്ലണം. ഗ്രൗണ്ട് വയർ ഇതിന്റെ അടുത്ത് ഗ്രൗണ്ട് വയർ ഉണ്ട്. അതായത് ഈ എൻഡിൽ വരുന്ന ഈ ഫ്ലോട്ട് ചെയ്യണ ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് വരിക. അതായത് ഈ 2 കപ്പാസിറ്ററിന്റെ ഇത് ഷോർട്ടായി നിൽക്കുന്നത്, അതായത് പ്ലസും മൈനസും കൂടി ഷോർട്ടായ ആ ലൈൻ തന്നെയാണ് ഈ പറയുന്ന ഈ ഗ്രൗണ്ട് വയർ. ഇതിലാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെന്റർ പിൻ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ നിന്നുണ്ടായിരുന്ന ആ ഡുവൽ സപ്ലൈന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനിയും ബാക്കിയുണ്ടല്ലോ 3 IC. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് ഈ TDA 2030 സബിന്റെ ചാനലിനുള്ള പവർ സപ്ലൈ ആണ്. ഇനി നമുക്ക് ഈ ചാനൽ ICക്ക് വേണ്ട 12 വോൾട്ട് സിംഗിൾ സപ്ലൈ കിട്ടണം. അപ്പൊ അത് നമ്മളിപ്പോ നേരത്തെ കണക്ട് ചെയ്യാൻ തീരുമാനിച്ച 3 പോയിന്റിന്റെ അടുത്ത് നമുക്ക് 2 പോയിന്റ് കൂടെ കാണാം. ഇവിടെയാണ് അതിനകത്തേക്കുള്ള 2 വേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിന്റെ ഒരു എൻഡ് വയർ, ഇതിലേക്ക് അതിന്റെ രണ്ടാമത്തെ നടുവത്തെ അല്ല അതിന്റെ ലാസ്റ്റത്തെ വയർ, അതായത് 12ന്റെ 2 എൻഡ് വയറും. സെന്റർ ടാപ്പ് ഇവിടെയാ വരിക. സെന്റർ ടാപ്പിൽ, അതായത് സെന്ററിൽ വരുന്ന വയർ, അതേ സെന്ററിൽ നിന്നുള്ളൊരു വയർ തന്നെ ഇവിടേക്കും ഇതിനൊരു ലൈന് ഇതിലേക്കും കൊടുത്താൽ നമുക്ക് ഇതിലൊരു 12 AC-യും ഇതിലെ 0 കൂടി ഇതിൽ കൂടെ ചെന്നിട്ട് നമുക്ക് ആ ICക്കുള്ള സപ്ലൈ കിട്ടും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൽ ഈ 3 വയറും 12 വോൾട്ട് 2 ആംപിയർ തന്നെയാണ് വരുന്നത്. ആ ഒരേ പോയിന്റിൽ നിന്ന് എടുത്ത വയറുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഈ ബ്ലാക്ക് വയറാണ് ഗ്രൗണ്ട് വരുന്നത്. ഇത് രണ്ടുമാണ് നമ്മൾ പറഞ്ഞ 12 വോൾട്ട് AC. അപ്പോൾ ഒരു ഗ്രൗണ്ട് കൊടുക്കാൻ ഈ പോയിന്റും, അപ്പോൾ ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത വയർ ഇതൊരു ഡയോഡാണ്, ഇതൊരു ഡയോഡാണ്. അപ്പോൾ ഈ ഡയോഡിന്റെ ഇന്നിൽ ഇവിടെ കൊടുക്കുക. അടുത്ത വയർ ഇത് രണ്ടാമത്തെ ഡയോഡ്, അതിൻ്റെ ഇന്ന് കൊടുക്കുക. ഒരു ബ്ലാക്ക് വയർ ഇവിടെ തന്നെ സോൾഡർ ചെയ്തെടുക്കുക. ഇവിടെയാണ് നമ്മളുടെ ഗ്രൗണ്ട് കൊടുത്തത്. നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുന്നു. അടുത്തത് ഈ പോയിന്റിൽ തന്നെ, ഈ ഡയോഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഈ പോയിന്റിലേക്കുള്ള 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ ഓണാക്കാൻ നമ്മൾ AC കോഡ് കണക്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ AC കോഡ് ഇവിടെ AC ഇന്ന ഉള്ളിടത്ത്
AC കയറുന്നിടത്ത് നമ്മൾ കണക്ട് ചെയ്തു. ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മളൊരു പെൻഡ്രൈവ് കുത്തിയിട്ട് പ്ലേ ചെയ്ത് നോക്കട്ടെ. SMPS വോൾട്ടായ ഹോം തിയേറ്ററുകൾ നിങ്ങൾ ഇതുപോലെ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ആ വയറിങ്ങും ആ വയർ കണക്ട് ചെയ്യുന്ന പോയിന്റുകളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫിറ്റ് ചെയ്ത ട്രാൻസ്ഫോമറും ഇതിനകത്തുള്ള ബാക്കിയുള്ള ബോർഡും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഫിറ്റിംഗ് ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല, വെറുതെ ടൈം പാസ് ആണ്, അതൊക്കെ വെറുതെ സമയം പോകുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സ്ക്രൂ സാധാരണ ട്രാൻസ്ഫോമർ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യണം, എന്നിട്ട് ആ വയറിങ് കറക്റ്റായിട്ട് അതിലേക്ക് കൊടുക്കുക. ഇപ്പൊ കണക്ട് ചെയ്ത കണക്ഷനാണ് നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഉള്ളത്. ഫിറ്റിംഗ് നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് അതിന് സൗകര്യമുള്ളവർക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.